ഗഡീസ് എന്തിട്ട് പരിപാടി? നമ്മളിന്നൊരു ചെറിയൊരു എയർപോർട്ട് പോയിട്ട് വരാട്ടാ. പുലർച്ചെ 4 മണിക്ക് നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങാണ്. 5 മണിക്ക് നമുക്ക് കസ്റ്റമർ എടുക്കണം. തൃശ്ശൂരിൽ നിന്നാണ് എടുക്കണ്ടേ. അവിടെ നിർത്തിട്ട് നമുക്ക് കൊച്ചി എയർപോർട്ടിലേക്ക് പോകണം. നല്ല മഴയുണ്ട് കേട്ടാ. CNG പിന്നെ ഇന്നലെ രാത്രി അപ്പം ഫുള്ളായിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അത് നോക്കണ്ട. അങ്ങനെ നമ്മൾ കസ്റ്റമർ വീട്ടിലേക്ക് എത്തി. കസ്റ്റമർ കറക്റ്റായിട്ട് 5 മണിക്ക് തന്നെ എത്തി. വണ്ടിയിൽ കയറി അപ്പം തന്നെ ചോദിച്ചു 6 മണി 6:15 നമുക്ക് എത്തില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു രാവിലെ അല്ലേ, കുഴപ്പമില്ല, നമ്മൾ പിടച്ചങ്ങോട്ട് എത്തിക്കാൻ പറഞ്ഞു. കൊരട്ടി ഭാഗത്ത് ചെറിയൊരു ബ്ലോക്ക് കിട്ടിയിട്ടാ. എന്നാലും കുഴപ്പമില്ല, കറക്റ്റ് 6:15 നമ്മൾ കൊച്ചി എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് നേരെ കസ്റ്റമർ ഇറക്കിയിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോന്നു. ഫുഡ് കഴിക്കാനൊന്നും ഇന്ന് കയറിയില്ല, കാരണം 9 മണിക്ക് നമുക്ക് പഞ്ചിങ് ചെയ്യണം. കുന്നോളത്ത് എത്തണേ. അവിടെ നേരെ വണ്ടി എടുത്ത് ഇറങ്ങി. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യണത് മാരുതിയുടെ നെക്സയുടെ ഷോറൂമിലാണ് കേട്ടോ. കുന്നോളത്ത് പാറാമ്പടത്തുണ്ട്. അപ്പോൾ രാവിലെ 9 മണിക്ക് അവിടെ പഞ്ചിങ് ചെയ്യണം. വർക്ക് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സമയത്താണ് നമ്മൾ വണ്ടി ഓടിക്കാൻ പോണത്. അതൊരു പാഷൻ. ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യണത്. കുന്നോളം നെക്സ പാറാമ്പടത്താണ്. അപ്പോൾ ഇവിടെ മെക്കാനിക്കായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും മാരുതിയുടെ വണ്ടി ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോ, നമുക്ക് സർവീസ് ചെയ്യാം. ഇതാണ് എൻ്റെ ശരിക്കുള്ള പ്രൊഫഷൻ. മെക്കാനിക്കാണ്. ടൊയോട്ടയിലായിരുന്നു 8 കൊല്ലം. ഇപ്പോൾ മാരുതിയുടെ നെക്സയിലുണ്ട്. പിന്നെ വണ്ടി ഓടിക്കാൻ പോണത് ഒരു പാഷനാണ്. അപ്പം അങ്ങനെ വർക്ക് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി ഒരു എയർപോർട്ട് കൂടി ഉണ്ട് കേട്ടോ. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നിനക്ക് ഇതിന് മാത്രം സമയം ഇവിടെ നിന്നാണ്. സമയം നമ്മൾ കണ്ടെത്തിയാലാണ് സമയം ഉണ്ടാവുള്ളൂ. എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സമയത്താണ് ഞാൻ വണ്ടി ഓടിക്കാനൊക്കെ പോകുന്നത്. നമ്മുടെ ലൈഫിൽ മനസ്സറിഞ്ഞ് കഷ്ടപ്പെട്ടാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം മനസ്സറിഞ്ഞ് അങ്ങോട്ട് കഷ്ടപ്പെടന്നെ. അതൊക്കെ പോട്ടെ, അതൊക്കെ നിങ്ങളുടെ യുക്തി പോലെ അങ്ങോട്ട് നോക്കിയിട്ട് ചെയ്യേ. എല്ലാം വിചാരിച്ചാൽ നടക്കുന്നേ. അങ്ങോട്ട് പെട്ടയ്ക്കാൻ അങ്ങോട്ട്. അപ്പം നമ്മുടെ കസ്റ്റമർ ഏകദേശം ഒരു 7 മണിക്ക് എത്തുമെന്ന് പറഞ്ഞു. ഞാൻ 6 മണിക്കാണ് ഇറങ്ങിയത്. 1 മണിക്കൂർ കൊണ്ട് എങ്ങനെ പോയാലും എയർപോർട്ട് എത്തില്ല. അങ്ങനെ പോയപ്പോൾ കൊരട്ടിയിൽ നല്ല ബ്ലോക്കാണ്. അപ്പൻ അതിൻ്റെ ഇടയിൽ കറക്റ്റായിട്ട് വിളിച്ചു. അപ്പൻ ചോദിച്ചു മോനെ എത്തിയില്ലേ, എവിടെ എത്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതാ ഇപ്പം എത്തുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെത്തിയില്ല, നേരം വൈകിട്ട് എത്തിയത്. പക്ഷെ കസ്റ്റമർ നേരം വൈകിട്ടാ. ലാൻഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ കസ്റ്റമർ പുറത്ത് ഇറങ്ങുമ്പോൾ 7:45. ഞാൻ 7:15 എയർപോർട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. വണ്ടി എടുക്കുമ്പോൾ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മാതാവേ ഞാൻ അവിടെ എത്തിയിട്ട് കസ്റ്റമർ വിളിച്ചാൽ മതി. അത് അതുപോലെ തന്നെ കേട്ടു. അപ്പോൾ ദൈവത്തിന് നന്ദി. അപ്പോൾ അങ്ങനെ കസ്റ്റമർ വന്ന് ലഗേജ് വെച്ചു. നമ്മൾ നേരെ വണ്ടി എടുത്തു. നമ്മൾ എയർപോർട്ടിൽ നിന്ന് 8 മണിക്ക് എടുത്തിട്ട് ഒരു 9 മണി 9:15 നമുക്ക് തൃശ്ശൂർ എത്തിയിട്ട് അവിടെ നിന്ന് കസ്റ്റമർ ഇറക്കിയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. വർക്ക് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ കുട്ടപ്പായുടെ കടയിലേക്ക് പോയിട്ടാണ്. നമ്മുടെ പടിഞ്ഞാറക്കോട്ടയിലുള്ള കുട്ടപ്പായുടെ കടയിലേക്ക്. അതിന് നമ്മുടെ റീൽസിലൊക്കെ വീഡിയോ കണ്ടിട്ടാണ് അങ്ങോട്ട് വന്നു. നല്ല ഫുഡാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. അടിപൊളി ഫുഡായിരുന്നു. പക്ഷെ നമ്മൾ 9 മണി കഴിഞ്ഞുകൊണ്ട് തന്നെ കറികളൊക്കെ കുറെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആകെ ഉണ്ടായിരുന്നു പൊറോട്ടയും ബീഫും കൂട്ടിയിട്ട് ഒരു പേട അങ്ങോട്ട് പടച്ചു. നമ്മുടെ കുട്ടപ്പായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളെ നമുക്ക് വിളമ്പി തന്നുട്ടാ. നല്ല ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫുഡ് എന്തായാലും അടിപൊളിയായിട്ടാ, എനിക്കിഷ്ടമായി. അടിപൊളി ഫുഡാണ്. അപ്പോൾ എന്തായാലും രണ്ടാമതൊന്ന് വരണം എല്ലാവരും കൂട്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് രണ്ടാമത് ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഒരു പേട അങ്ങോട്ട് പടച്ചിട്ട് നേരം അങ്ങോട്ട് വിട്ടു. ഒരു 10 മണി 10:15 നമുക്ക് വീട്ടിൽ വണ്ടി വിട്ടിട്ട് ഇസുമോൻ്റെ അടുത്ത് ടാറ്റൊക്കെ പറഞ്ഞ് കളിപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടാ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്ത് ബെസ്റ്റ് വീഡിയോ നോക്കിയിരിക്കേണ്ട, ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് ഷെയർ ചെയ്യേ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും. ആരു ചെയ്ത പാപം എന്നു പേരിടുന്നു രാമ, തീ പിടിച്ച പോലെ എങ്ങു പാഞ്ഞിടുന്ന ലീല. കാടുകേറി നീ ഒളിച്ചു കാത്തിരിക്ക.